ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ നിലവുകളും നിനക്ക് പ്രസാദകരം ആയിരിക്കുമാറാകണമേ. ആമീൻ. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ആദിമ സഭയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ സംഭവിച്ച സുപ്രധാന സംഭവ വികാസങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്നത്തെ സഭയിൽ യവന ഭാഷക്കാർ ഹെലനിസ്, എബ്രായ ഭാഷക്കാർ ഹിബ്രൂസ് എന്നിങ്ങനെ 2 തരത്തിലുള്ള വിശ്വാസികളാണ് ഉണ്ടായിരുന്നത്. യവന ഭാഷക്കാർ യഹൂദ വംശരെങ്കിലും പലസ്തീനിൽ നിന്ന് ചിതറിപ്പോവുകയും പിൽക്കാലത്ത് പലസ്തീനിലേക്ക് കുടിയേറി പാർത്തവരും ഗ്രീക്ക് സംസാരിക്കുന്നതുമായ ക്രിസ്തീയ വിശ്വാസികളാണ്. എബ്രായ ഭാഷക്കാർ എന്നത് പലസ്തീനിൽ പാർക്കുന്നവരും യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവരും അരമായ ഭാഷ സംസാരിക്കുന്നവരും ആയിരുന്നു. സാമ്പത്തികമായും സാമൂഹികമായും ദുർബലരായ ഒരു കൂട്ടം ആളുകൾ സഭയിൽ ഉണ്ടായിരുന്നു. അതിൽ ഗണ്യമായ പങ്കും സ്ത്രീകളായിരുന്നു. അവരെ സംരക്ഷിക്കാനുള്ള ചുമതല സഭ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. ഇതിനായി ഒരു പൊതു ഫണ്ടും കോമൺ ഫണ്ട് ഉണ്ടായിരുന്നു. എബ്രായ ഭാഷക്കാരുടെ അധീനതയിലായിരുന്നു ഈ പൊതു ഫണ്ട്. തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചുവെന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. 1-ാം വാക്യം. അപ്പോസ്തലന്മാർ ശിഷ്യന്മാരെ വിളിച്ചു വരുത്തി ഇപ്രകാരം നിർദ്ദേശിച്ചു: ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഈ നിർദ്ദേശം എല്ലാവർക്കും സമ്മതമായി. അപ്രകാരം സ്തേഫാനോസ്, ഫിലിപ്പോസ് ഉൾപ്പെടുന്ന 7 പേരെ തിരഞ്ഞെടുത്ത് അപ്പോസ്തലന്മാരുടെ മുൻപാകെ കൊണ്ടുവന്നു. അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു. അനേകർ വിശ്വാസത്തിലേക്ക് വന്നു. യെരുശലേമിലെ സഭ വളർന്നു. 3 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. ഒന്നാമതായി, ശുശ്രൂഷയുടെ പ്രസക്തി, റെലവൻസ് ഓഫ് ദി മിനിസ്ട്രി. ആദിമസഭയിൽ ഉയർന്നു വന്ന പ്രശ്നം യവനായ ഭാഷക്കാരായ വിധവമാരെ സംരക്ഷിക്കുന്നില്ല എന്നതായിരുന്നു. സഭയുടെ പെട്ടെന്നുള്ള വളർച്ചയിൽ ഉണ്ടായ മേൽനോട്ട പ്രശ്നമായിരുന്നിരിക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലം. ഇതൊന്ന് കരുതാം. ഈ പരാതിയെ നിസ്സാരമായി കണ്ട് അവഗണിക്കാതെ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയാണ് അപ്പോസ്തലന്മാർ. കാലഘട്ടത്തിനനുസൃതമായി സംഗതമായ ശുശ്രൂഷ നിർവഹിക്കാനുള്ള മനോഭാവമാണ് സഭയുടെ ശുശ്രൂഷയെ പ്രസക്തമാക്കുന്നത്.
കാലഘട്ടം ഉയർത്തുന്ന വെല്ലുവിളികളോട് ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള ഒരുക്കമാണ് സഭയുടെ ശുശ്രൂഷയെ സംഗതമാക്കുന്നത്. അത്തരത്തിൽ വെല്ലുവിളികൾ വരുമ്പോൾ പുതിയ ശുശ്രൂഷ മാതൃകകൾ, ന്യൂ മോഡൽസ് ഓഫ് മിനിസ്ട്രി രൂപീകരിക്കാനും അതിനായി ശുശ്രൂഷകരെ പരിശീലിപ്പിക്കാനും സഭയ്ക്ക് കഴിയണം. സഭയുടെ ശുശ്രൂഷ എപ്പോഴും ലോകം ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒന്നാണ്. സഭയുടെയും അതിൻ്റെ ശുശ്രൂഷകളുടെയും പ്രസക്തി എന്ത് എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സഭയ്ക്ക് ലോകത്തിൽ ഒരു ശുശ്രൂഷ നിർവഹിക്കാനുണ്ടോ? സഭയുടെ ശുശ്രൂഷയെല്ലാം അവസാനിച്ചുവോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ലോകത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളിൽ ദൈവം ലോകത്തിന് സഭയിലൂടെ നൽകുന്ന ഉത്തരമാകണം ഇന്ന് ശമ്മാശ പട്ടം കെട്ടപ്പെടുന്ന ഈ സഹോദരങ്ങൾ. ഐ റിപ്പീറ്റ്, ലോകത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളിൽ ദൈവം ലോകത്തിന് സഭയിലൂടെ നൽകുന്ന ഉത്തരമാകണം നിങ്ങൾ. അങ്ങനെ ശുശ്രൂഷയെ അർത്ഥവത്താക്കണം. രണ്ടാമതായി, ശുശ്രൂഷകർക്ക് വേണ്ട യോഗ്യതകൾ. ശുശ്രൂഷകർക്ക് വേണ്ട യോഗ്യതകൾ, റിക്വയർമെൻറ്റ്സ് ഫോർ സച്ച് ആൻ അപ്പോയിൻമെൻറ്റ്. ആദിമസഭയിലുണ്ടായ ഈ പ്രശ്നം പരിഹരിക്കുവാനായി ഈ ശുശ്രൂഷയ്ക്ക് യോഗ്യരായ വ്യക്തികളെ തിരഞ്ഞെടുക്കുവാനുള്ള നിയോഗം അപ്പോസ്തലന്മാർ വിശ്വാസ സമൂഹത്തെ ഭരമേൽപ്പിക്കുന്നു. വാക്യം 3. വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നുമാണ് ഈ ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുന്നത്. അതിന് അവർ മാനദണ്ഡമായി പരിഗണിച്ചത് 3 കാര്യങ്ങളാണ്. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ളവർ. ഈ 3 ഘടകങ്ങളാണ് ശുശ്രൂഷകർക്ക് വേണ്ട അടിസ്ഥാന യോഗ്യതകളായി ആദിമസഭ കണ്ടിരുന്നത്. അതാണ് ഇന്നും ആവശ്യം. ശുശ്രൂഷകർ ആത്മനിറവ് ഉള്ളവരായിരിക്കണം. പരിശുദ്ധാത്മാവാണ് ശുശ്രൂഷയ്ക്കായി നമ്മെ ശക്തീകരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1:8 നാം വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന്. ഉത്ഥിതനായ ക്രിസ്തു തൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപ് ശിഷ്യ സമൂഹത്തോട് പറഞ്ഞതാണ് ഈ വാക്കുകൾ. നമ്മുടെ സഭയുടെ പട്ടംകൊട ശുശ്രൂഷയിൽ പരിശുദ്ധ റൂഹായുടെ ആവാസത്തിനായുള്ള പ്രാർത്ഥന ഏറെ ശ്രദ്ധേയമാണ്. ഞങ്ങൾ രക്ഷിതാവായുള്ളോവേ, നിന്റെ വാഗ്ദാനപ്രകാരം പരിശുദ്ധ റൂഹ ഇവരിൽ ഓരോരുത്തരുടെ മേൽ വന്ന് ആവസിക്കണമേ. കർത്താവേ, പരിശുദ്ധ റൂഹായുടെ ദാനത്തിൽ നിന്ന് ഇവരെ മുടക്കരുതേ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനെ പരിശുദ്ധ റൂഹായ്ക്കായി നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ് ഒരു വ്യക്തിയെ ശുശ്രൂഷയ്ക്ക് ശക്തീകരിക്കുകയും യോഗ്യനാക്കുകയും ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾക്കനുസരിച്ച് ആത്മനിറവോടെ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം. ശുശ്രൂഷകർ ജ്ഞാനം നിറഞ്ഞവരായിരിക്കണം. കാലഘട്ടം ഉയർത്തുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കി വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടെ പ്രതികരിക്കുവാൻ തക്ക പരിജ്ഞാനം ശുശ്രൂഷകർക്ക് ആവശ്യമാണ്. വൈദിക സെമിനാരിയിലെ പരിശീലനം അത്തരത്തിൽ നിങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ സെമിനാരി പരിശീലനം ഈ കാര്യത്തിൽ ഒരു തുടക്കം മാത്രമാണ്, ഒരു എൻട്രി പോയിൻ്റ് മാത്രമാണ്. കൂടുതൽ വായിക്കാനും
പഠിക്കാനും പരിജ്ഞാനം വളർത്തിയെടുക്കുവാനും ശ്രമിക്കണം. ശുശ്രൂഷകർ നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ സഭാ ശുശ്രൂഷകനായിരുന്ന തീമോത്തിയോസിനോട് പറയുന്നത്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. ഒരു ശുശ്രൂഷകൻ ദൈവത്തിൻ്റെ മനുഷ്യനാണ്. അത് വിട്ടോടി, അതായത് ദ്രവ്യാഗ്രഹം വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. നീ നിഷ്കളങ്കനും ആരോപണങ്ങൾക്ക് അതീതനുമായിരിക്കണം. സഹോദരങ്ങളെ, സാക്ഷ്യമുള്ള ജീവിതം ഒരു ശുശ്രൂഷകൻ്റെ ഉത്തരവാദിത്തമാണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് എ മിനിസ്റ്റർ. ഒരിക്കൽ ഒരു വിദേശ പത്രപ്രവർത്തകൻ മഹാത്മാഗാന്ധിജിയോട് ചോദിച്ചു, ലോകത്തിന് അങ്ങേക്ക് നൽകുവാനുള്ള സന്ദേശം എന്താണ്? ഗാന്ധിജി മറുപടി പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. നമ്മുടെ പ്രസംഗവും ജീവിതവും തമ്മിൽ അന്തരമുണ്ടാകരുത്. നമ്മുടെ സഭയിലെ ഒരു പട്ടക്കാരനായിരുന്നു ഡോക്ടർ C.E. ഏബ്രഹാം അച്ഛൻ. സറാംപൂർ കോളേജിൻ്റെ ആദ്യ ഇന്ത്യൻ പ്രിൻസിപ്പളായിരുന്നു അച്ഛൻ. ഒരവധിക്കാലത്ത് അച്ഛനും കുടുംബവും സറാംപൂരിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം യാത്ര ചെയ്യുകയായിരുന്നു. യാത്രയുടെ 2-ാം ദിവസം അച്ഛൻ്റെ ഒരു കുട്ടിയുടെ ജന്മദിനമായിരുന്നു. അച്ഛൻ ടിക്കറ്റ് പരിശോധകനോട് TTRനോട് പറഞ്ഞു, എൻ്റെ കുട്ടിയുടെ ജന്മദിനമാണ് ഇന്ന്. 2 മാസം മുമ്പ് ടിക്കറ്റ് എടുക്കുമ്പോൾ കുട്ടിക്ക് ഹാഫ് ടിക്കറ്റ് മതിയായിരുന്നു. ഇന്ന് കുട്ടി 13-ാം വയസ്സിലേക്ക് കയറുന്നു. അവൾക്ക് ഫുൾ ടിക്കറ്റ് ചാർജിലാണല്ലോ അവൾ യാത്ര ചെയ്യേണ്ടത്. അധികമായ തുക വാങ്ങിച്ചാട്ടെ എന്ന് പറഞ്ഞ് TTRന് ഈ എക്സ്ട്രാ പണം ടിക്കറ്റിൻ്റെത് കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ സാക്ഷ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇപ്രകാരം പറയുവാൻ കഴിയുകയുള്ളൂ. 3-ാമതായി, ശുശ്രൂഷയുടെ സ്വാധീനം, റിസൾട്ട് ഓഫ് ദ മിനിസ്ട്രി. 7 പേരെ തിരഞ്ഞെടുത്ത് ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചത് സഭയുടെ വളർച്ചയ്ക്ക് മുഖാന്തരമായി. വാക്യം 7, ദൈവവചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. മേശകളിലുള്ള ശുശ്രൂഷയ്ക്ക് പുറമെ ദൈവവചന പ്രഘോഷണത്തിലും ഇവർ പങ്കാളികളായി. പ്രത്യേകിച്ചും സ്തേഫാനോസും ഫിലിപ്പോസും അവരുടെ ശുശ്രൂഷകളും ഒക്കെ തുടർന്നുള്ള അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പീഡനത്തിൻ്റെ നടുവിലും ജ്ഞാനത്തോടും ആത്മനിറവോടും കൂടെ അവർ സാക്ഷ്യം നിർവഹിച്ചു. സ്തേഫാനോസിൻ്റെ പ്രസംഗം, രക്തസാക്ഷിത്വം, ഫിലിപ്പോസ് ശമരിയയിൽ ചെയ്ത ശുശ്രൂഷകൾ, എത്യോപ്യ രാജ്ഞിയുടെ കാര്യവിചാരകനായ ഷണ്ണന് തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു കൊടുത്ത് യേശുക്രിസ്തുവുള്ള വിശ്വാസത്തിലേക്ക് നയിക്കുന്നത് എല്ലാം ഈ അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ശുശ്രൂഷയുടെ സ്വാധീനം, റിസൾട്ട് സൂചിപ്പിക്കുന്നതാണ്. സറാംപൂർ കോളേജിൽ വൈദിക അഭ്യസനം നടത്തിയിരുന്ന ശ്രീ KT തോമസ്, ശ്രീ ജോൺ വർഗീസ്, ശ്രീ PJ തോമസ് പട്ടമുക്കിൽ എന്നിവരുടെ സമർപ്പണമാണ് സീഹോറായിൽ ക്രിസ്തുബന്ധി ആശ്രമം തുടങ്ങുവാൻ കാരണമായത്. PJ തോമസ് നിര്യാതനായപ്പോൾ ശ്രീ MB മാത്യു ഈ ഗ്രൂപ്പിൽ ചേർന്നു. പിന്നീട് ഇവരെല്ലാം നമ്മുടെ സഭയിൽ പട്ടക്കാരായി. ഇപ്രകാരം ഒരു ദൗത്യം തുടങ്ങുവാൻ ഈ ചെറുപ്പക്കാരെ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഒന്ന് മുമ്പ് ഞാൻ പരാമർശിച്ച ഡോക്ടർ C.E. ഏബ്രഹാം അച്ഛൻ്റെ സ്വാധീനമാണ്. പ്രിയപ്പെട്ട എബിൻ, ക്രിസ്റ്റി, വിപിൻ, 3 കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത്. ശുശ്രൂഷയുടെ റെലവൻസ്, ശുശ്രൂഷകരുടെ യോഗ്യതകൾ അഥവാ റിക്വയർമെൻറ്റ്സ്, ശുശ്രൂഷയുടെ സ്വാധീനം അഥവാ റിസൾട്ട്.
റെലവൻസ്, റിക്വയർമെൻറ്റ്, റിസൾട്ട്. നമുക്ക് ചുറ്റും പാടുമുള്ള നീറുന്ന പ്രശ്നങ്ങളെ അവഗണിക്കാതെ ക്രിയാത്മകമായി പ്രതികരിച്ച് ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. സഭയുടെ ശുശ്രൂഷ സംഗതമാണ്, റെലവൻ്റ് ആണെന്ന് നിങ്ങളിലൂടെ ലോകം അറിയണം. ദൈവകൃപയിൽ ആശ്രയിച്ച് ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നല്ല സാക്ഷ്യമുള്ളവരായി ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെയായാൽ നിങ്ങളുടെ ജീവിതവും ശുശ്രൂഷയും അനേകരെ സ്വാധീനിക്കും, ഫലം ഉള്ളതാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും ഞങ്ങളെയും ഇതിനായി ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.